അപ്പോൾ നമ്മുടെ ക്ലാറ്റ് എക്സാം അതിന് നോട്ടിഫിക്കേഷൻ വരാറായി നിൽക്കുകയാണ് അല്ലേ. നമുക്ക് എന്താണ് ഡിസംബറിലാണ് എക്സാം വരുന്നത്, അതിന് മുമ്പ് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതിന് നോട്ടിഫിക്കേഷൻ വന്ന കുറച്ച് ഗ്യാപ്പ് എന്തായാലും ക്ലാറ്റ് എക്സാമിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്ലാറ്റ് എക്സാം എന്ന് ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്ക് എന്താ ചെയ്യില്ല, അറിയത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ക്ലാറ്റ് എക്സാം, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് പഠിക്കാനുള്ള, എവിടെയൊക്കെ പഠിക്കാൻ പറ്റും, എത്ര മാർക്ക് കിട്ടിയാൽ എവിടെയൊക്കെ പഠിക്കാൻ പറ്റും, ഇതെല്ലാം നമുക്കിത് പറയാം. സോ ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. അപ്പോൾ ക്ലാറ്റ് എക്സാം അല്ലേ, ക്ലാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാം ആണല്ലേ. നമ്മൾ സംഭവം ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഇത്രയും വിചാരിക്കുക എന്താണ്, നമ്മുടെ കീമും ജെഇയും അതേപോലെ തന്നെ നടക്കുന്ന രണ്ട് എക്സാംസ് ആണ് എന്ത്, ക്ലീയും ക്ലാറ്റും. ക്ലീ എന്ന് പറയുന്നത് എന്താണ്, ക്ലീ എന്ന് പറയുന്നത് കേരളത്തിലെ ലോ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റ് ആണ്, എൻട്രൻസ് ടെസ്റ്റ് ആണ്. ക്ലാറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓൾ ഇന്ത്യയിലുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള എന്താണ് എൻട്രൻസ് എക്സാം ആണ് എന്ത്, നമ്മുടെ ക്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം, ഈ ക്ലാറ്റ് എന്താണെന്ന് ഫസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. നോക്കിക്കോ, എന്താണ് ക്ലാറ്റ് സ്റ്റാൻഡ്സ് ഫോർ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഓക്കെ, എന്താണ് പ്രൈമറി എൻട്രൻസ് എക്സാം ആണ് എന്തിനുള്ളത്, നാഷണൽ ലോ എൻട്രൻസ് എക്സാം, നാഷണൽ ലോ കോളേജുകളിലേക്കുള്ളത്. ഇവിടെ മെയിൻ ആയിട്ട് എന്താ ഉള്ളത്, ഇവിടെ മെയിൻ ആയിട്ട് നമുക്കുള്ളത് എന്താണ്, 5 ഇയർ ആണ് അല്ലേ. എന്താണ് 5 ഇയർ അഡ്മിഷൻ ടെസ്റ്റ് ആണ്, എന്താണ് 5 ഇയർ ഡിഗ്രി, 5 ഇയർ ഇന്റഗ്രേറ്റഡ് ഡിഗ്രിക്കുള്ള ടെസ്റ്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത്. എന്താണ് 5 ഇയർ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി പ്ലസ് LLB കേട്ടോ. അതായത് എന്തൊക്കെയുണ്ട്, 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ആയ LLB ഡിഗ്രികൾക്കുള്ള എൻട്രൻസ് ആണ് എന്ത്, ക്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 5 വർഷത്തിന്റെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി പ്ലസ് LLB എന്ന് പറയുമ്പോൾ എന്താണ്, BA LLB ഉണ്ട്, BCom LLB ഉണ്ട്, BBA LLB ഉണ്ട്, ഒപ്പം തന്നെ BSc LLB ഉണ്ട്. ഇവിടെ നമ്മുടെ ക്ലാറ്റ് എക്സാം എഴുതി അഡ്മിഷൻ കിട്ടുന്ന കോളേജുകളിൽ 5 വർഷത്തെ കോഴ്സാണ്. അപ്പൊ 5 വർഷം കൂടെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് BAയും കിട്ടും LLBയും കിട്ടും. ഇനി നേരെ കുറച്ച് നിങ്ങൾ വിചാരിക്കുകയാണ് എന്താണ്, എന്തിനാണ് 5 വർഷം അങ്ങനെ കളയുന്നത്, നമുക്ക് ഡിഗ്രി എടുത്തിട്ട് പയ്യെ പോയാൽ പോരെ. അങ്ങനെയാണെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ, പൊതുവെ ഡിഗ്രി 3 വർഷമാണ്. റീസെന്റ് കേരളത്തിലെ എല്ലാ കോളേജുകളിലും അത് 4 വർഷമാക്കി മാറ്റിയിട്ടുമുണ്ട്. ഈ 4 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ ശേഷം നിങ്ങളിപ്പോൾ LLBക്ക് പോവാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് എന്താണ് അവിടെ 3 വർഷം പഠിക്കണം. സോ ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 7 വർഷം നമ്മുടെ ലൈഫിൽ നിന്ന് ചുമ്മാ പോകും ഇല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഈ 5 വർഷത്തെ ഡിഗ്രി പ്ലസ് LLB എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താണ് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം നിങ്ങൾക്ക് സേവ് ചെയ്ത് തരും. അത്രയും ലാഭമാണെന്ത്, ഈ പറഞ്ഞ ഡിഗ്രി പ്ലസ് LLB എന്ന രീതിയിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്, എത്ര മാർക്ക് വേണം, ഓരോ കുട്ടിക്കും എത്ര മാർക്ക് വെച്ച് കിട്ടിയാൽ ഈ പറഞ്ഞ ക്ലാറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും നോക്കിയാലോ. ശ്രദ്ധിച്ചു നോക്കുക, +2 നിങ്ങൾ ഏത് സബ്ജക്റ്റിലും പഠിച്ചോ, മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്ത് പഠിച്ചാലും എന്ത് കിട്ടാം, നിങ്ങൾക്ക് ക്ലാറ്റ് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ആകെ എന്ത് നോക്കിയാൽ മതി, നിങ്ങളുടെ മാർക്ക് 45% മേലെ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. 45% മാർക്ക് ഉണ്ടെങ്കിൽ എന്താണ്, 45% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, നിങ്ങൾക്ക് ഈ ക്ലാറ്റ് എക്സാം എഴുതാം. അപ്പൊ ജനറലിൽ 45% ആണെങ്കിൽ എന്താണ്, നമ്മുടെ SC ST വിഭാഗക്കാർക്ക് എന്താണ് 40% മാർക്ക് മതി. ഇതില് +2 കേട്ടോ, +2 40% മാർക്ക് മതി. ജനറലാർക്ക് ഇപ്പോൾ OBC ആയാലും NRI ആയാലും എത്രയാണ്, 45% മാർക്കാണ്. ഒപ്പം തന്നെ SC ST കാറ്റഗറി അല്ലെങ്കിൽ PWD കാറ്റഗറിക്ക് എന്താണ് 40% മാർക്ക് മാത്രം മതി. എന്തിന്, നമുക്ക് ഈ പറഞ്ഞ NLUസിന് അപ്ലൈ ചെയ്യാൻ. ഇനി അപ്ലൈ ചെയ്യേണ്ട ഫീസ് നോക്കുമ്പോൾ എത്രയാണ്, അപ്ലൈ ചെയ്യേണ്ട ഫീസ് നോക്കുമ്പോൾ 4000 rupees ആണ് ഫോർ ജനറൽ, OBC ആൻഡ് NRI. ആ ഡിപ്പാർട്ട്മെന്റിൽ ആ വിഭാഗക്കാർക്ക് എന്താണ്, എത്രയാണ്, 4000 രൂപയാണ് എന്ത് എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ അത് OBCയിലേക്ക് വരുമ്പോൾ SC ST അല്ലെങ്കിൽ BPL കാൻഡിഡേറ്റ്സ് വരുമ്പോൾ എത്രയാണ്, അത് നേരെ 3500 രൂപയായിട്ട് എന്താണ് കുറയും. അപ്പോൾ ജനറൽ OBC എന്ന അവർക്ക് എന്താണ് 4000 രൂപയാണ് ഫീസ്. താഴെ എന്താണ് SC ST അല്ലെങ്കിൽ BPL സ്റ്റുഡൻസിന് എത്രയാണ്, അത് 3500 ആയിട്ട് കുറയും. അപ്പൊ നോക്കുക, വെറും 45% മാർക്ക് മതി എന്തിന്, നമുക്ക് ഈ പറഞ്ഞ എക്സാം അപ്ലൈ ചെയ്യാൻ. അപ്പൊ അത്രയും എന്താണ് ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്ത്, ഈ പറഞ്ഞ ക്ലാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എക്സാം പാറ്റേൺ. സംഭവം അത്രേ ഉള്ളൂ. നമ്മുടെ ക്ലീ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ലീ എന്ന് പറയുന്ന എക്സാം CBT ആണ്, എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പക്ഷേ OMR ടെസ്റ്റ് ആണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ക്ലാറ്റ് നടക്കുന്നത്. ക്ലാറ്റ് എന്താണ്, ഓഫ്ലൈൻ ആയിട്ട് പെൻ ആൻഡ് പേപ്പർ വെച്ച് നടക്കുന്ന ഒരു എക്സാം ആണ് എന്ത്, ക്ലാറ്റ് എന്ന് പറയുന്നത്. 2 മണിക്കൂർ തന്നെ, നമുക്ക് ക്ലീ പോലെ തന്നെ 2 മണിക്കൂറിന്റെ എക്സാം ആണ്. ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻസ് 2 നോക്കുമ്പോൾ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിക്കുന്നത്, നമ്മുടെ ക്ലാറ്റ് എക്സാമിന് വയ്ക്കുന്നത്. 120 ചോദ്യം തന്നെയാണ്, 120 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒപ്പം തന്നെ എന്തുകൊണ്ട് ഓരോ ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചാണ് എന്ത്
ഇവിടെ ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്ന രീതിയിലാണെന്ത് ഇവിടെ ചോദിക്കുന്നത്. ക്ലീൽ അങ്ങനെയല്ല, ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചായിരുന്നു. ഇവിടെ എന്താണ്, ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്ന രീതിയിലാണെന്ത് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. ഇനി ശരി ഉത്തരത്തിനും തെറ്റുത്തരത്തിനും എത്ര മാർക്ക് പോകും നോക്കാണ്. എന്താണ് ശരി ഉത്തരം ഞാൻ പറഞ്ഞു, എന്താണ് 1 മാർക്ക് വെച്ചാൽ ഒരു ക്വസ്റ്റിന് ശരി ഉത്തരത്തിന്റെ വരുന്നത്. തെറ്റിയാൽ -0.25 അല്ലെങ്കിൽ -1/4 അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മാർക്കിന്റെ മാർക്കിൽ നിന്ന് എന്താണ് 1/4 മാർക്ക് എന്ത് പോകും, കട്ട് ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, എന്താണ് ഒരു തെറ്റുത്തരം കൊണ്ട് നമുക്ക് എത്ര മാർക്കുകൾ വരെ വ്യത്യാസം വരാവുന്നത് ഏത് ശരിയായിട്ട് കിട്ടും അല്ലേ. അപ്പൊ നോക്കുക, ഇപ്പൊ നിങ്ങൾ 120 ക്വസ്റ്റ്യനിൽ 50 ശരിയാക്കിയിട്ട് 4 തെറ്റിച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? നിങ്ങൾക്ക് കിട്ടുക 49 ചോദ്യമാണ്, 49 മാർക്കാണ് അല്ലേ. അപ്പൊ അത്രയും വ്യത്യാസം വരും. ഈ 49 മാർക്ക് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങളുടെ റാങ്കിൽ ഒരുപാട് വ്യത്യാസം വരാൻ അത് നിങ്ങളെ കാരണമാകും. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു എക്സാം ആണ്. ഇന്ത്യ ഇഷ്ടം പോലെ വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാം ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ എടുത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചാൽ മാത്രമാണ് എന്ത് ഈ പറഞ്ഞ എക്സാമിന് നല്ല മാർക്ക് കിട്ടുക. ഇനി നമുക്ക് നോക്കാം എന്താണ് സിലബസിന്റെ ഒരു ഓവർവ്യൂ. ഞാൻ ജസ്റ്റ് എല്ലാ ടോപ്പിക്സ് മെൻഷൻ ചെയ്തൊരു സിലബസ് പറയാം. എന്താണ് നമുക്ക് 5 സബ്ജക്ട്സ് മെയിൻ ആയിട്ടുള്ളത്. നോക്കിക്കോ, എന്താണ് ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്, ലീഗൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നമുക്ക് 4 സബ്ജക്റ്റ് ആയിരുന്നു. കാരണം എന്താണ് നമ്മൾ അവിടെ ലോജിക്കൽ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കും, അതായത് റീസണിങ്ങും മാത്സും എന്താണ് ഒരൊറ്റ സെക്ഷനായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ രണ്ട് സെക്ഷനാണ്. നമുക്ക് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് 120 ചോദ്യം തന്നെയാണ്. ഇംഗ്ലീഷ് എത്രയാണ് 22 മുതൽ 26 ചോദ്യം വരെ എവിടെ നിന്ന് പ്രതീക്ഷിക്കാം, ഇംഗ്ലീഷിൽ നിന്ന് പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ എന്താണ് 28 മുതൽ 32 ചോദ്യം വരെ എവിടെ നിന്ന് വരും, കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരും. ഇനി ലീഗൽ റീസണിങ്, അതായത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് അങ്ങനത്തെ സെക്ഷൻസ് എന്ത് ചോദിക്കാറ്, പൊതുവെ എന്താണ് 28 മുതൽ 32 ചോദ്യം വരെ അവിടെ നിന്ന് ചോദിക്കും. പിന്നെ ലോജിക്കൽ റീസണിങ് നോക്കുമ്പോൾ എന്താണ് 22 മുതൽ 26 ചോദ്യം വരെ എവിടെ നിന്ന് വരും, ലോജിക്കൽ റീസണിങ് എന്ന് വരും. ലാസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ് 10ാം ക്ലാസ് ലെവൽ മാത്സ് ആണോ, 10ാം ക്ലാസ് ലെവൽ മാത്സ് ആണ്. അവിടെ എത്രയാണ് 10 മുതൽ 14 ചോദ്യങ്ങൾ വരെ എവിടെ നിന്ന് വരും, നമ്മുടെ മാത്സ് സെക്ഷനിൽ നിന്ന് വരും. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് വക്കീലാവാൻ നിങ്ങൾ പഠിക്കുന്ന നല്ല ആഗ്രഹമുണ്ട്, നല്ലൊരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾ ഈ സിലബസ് എന്തായാലും പറഞ്ഞിരിക്കണം. ഇപ്പൊ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ എന്താണ് കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി, ഗ്രാമർ, ഈ 3 കാര്യമാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് കോംപ്രിഹെൻഷൻ, അതായത് ഒരു പാസേജ് വരും, പാസേജിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ ചെയ്യുക. അതിനകത്ത് എന്തുണ്ട് വൊക്കാബുലറി, അപ്പൊ നിങ്ങളുടെ വേർഡ്സ് എന്നെ പറ്റിയുള്ള എല്ലാ അറിവും എന്താണ് കൃത്യമായിരിക്കണം. ഒപ്പം അതിന് എന്തുണ്ട്, നമ്മുടെ ഗ്രാമർ ഉണ്ട്. ഇതൊക്കെ എന്താണ് നമ്മുടെ ആ പാസേജുമായി റിലേറ്റ് ചെയ്ത് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. കറണ്ട് അഫയേഴ്സ് ആകുമ്പോൾ എന്താണ് കറണ്ട് അഫയേഴ്സ് GK എന്ന ഭാഗത്ത് എന്തൊക്കെ ചോദിക്കും, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ന്യൂസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ലീഗൽ അപ്ഡേറ്റ്സ് എല്ലാം എന്താണ് നമുക്ക് അവിടെ വരും. ഇനി ലീഗൽ റീസണിങ് എന്താണ്, ലീഗൽ പ്രിൻസിപ്പിൾസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നിങ്ങൾക്ക് എത്രത്തോളം അറിയാം, നിങ്ങൾക്ക് എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റി എന്തൊക്കെ നോളജ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാനാണ് എന്ത് പറയുന്നത് ഒക്കെ നമ്മൾ ലീഗൽ റീസണിങ് വെക്കുന്നത്. ഇനി ലോജിക്കൽ റീസണിങ്ങിൽ കിടക്കുമ്പോൾ എന്താണ് അത് മെയിൻ ആയിട്ട് നല്ല ക്രിട്ടിക്കൽ റീസണിങ്ങും ആർഗ്യുമെന്റ്സുമാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. ക്രിട്ടിക്കൽ റീസണിങ്ങും ആർഗ്യുമെന്റ്സുമാണ് അവർ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നോക്കുമ്പോൾ എന്താണ് മെയിനായിട്ട് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് 10th ലെവൽ മാത്സ് ആണ്. ലൈക്ക് റേഷ്യോ, പെർസെൻറ്റേജ്, ഡെസിമൽസ്, അങ്ങനത്തെ ഒരു ബേസിക് ലെവൽ സാധനമാണ് അവിടെ വരുന്നത് ഈ പറഞ്ഞ മാത്സിൽ വരുന്നത്. അപ്പൊ ഈ ഒരു സിലബസ് അറിഞ്ഞെഴുതാൻ മാത്രമാണ് എന്ത് നിങ്ങൾക്ക് ഈ ക്ലാറ്റ് എന്ന എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം, നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. ഇനി ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ഫസ്റ്റ് നോക്കാം. നോക്കിക്കോ, നമുക്ക് മെയിനായിട്ട് നോക്കി 120 മാർക്ക് ബേസ് തന്നെ കണക്കാക്കുന്നത്. അപ്പോൾ ടോപ്പ് 3 NLUs എന്താണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 3 NLUs, അതായത് ബാംഗ്ലൂര്, നാൽസർ, പിന്നെ വെസ്റ്റ് ബംഗാളിലുള്ള ലോ യൂണിവേഴ്സിറ്റി, ഇവയൊക്കെയാണ് എന്ത് കുറച്ച് ടോപ്പായി നിൽക്കുന്നത്. അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്താണ് 95 മാർക്ക് അത് കൂടുതലോ നിങ്ങൾക്ക് എവിടെ സ്കോർ ചെയ്യേണ്ടി വരും, നിങ്ങളുടെ ക്ലാറ്റ് എക്സാമിൽ സ്കോർ ചെയ്യേണ്ടി വരും. അത് എത്രയിലാണ് 120ൽ ഒരു 95+ സ്കോർ ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ടോപ്പ് 3 NLUസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. അതിനുശേഷം എന്താണ് ടോപ്പ് 5 NLUs, ആദ്യത്തെ ഒരു 5 NLUസിൽ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ 90-ന് മേലെ മാർക്ക് സ്കോർ ചെയ്യണം. എത്രയാണ് 90-ന് മേലെ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്കോർ ചെയ്യണം. ഇനി ടോപ്പ് 10 ആണെങ്കിൽ എന്താണ് ഒരു 85 to 95,
ഒരു 85 to 95 റേഞ്ചിലാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. ഇനി ഏറ്റവും ടോപ്പ് നോക്കിയേ, എന്താണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്? എന്താണ് പറഞ്ഞത്? എന്താണ്? NLSIU ബാംഗ്ലൂർ ആണെന്ത് നമ്പർ 1 ലോ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. അവിടെ അഡ്മിഷൻ കിട്ടുന്നത് എന്താണ്? നിങ്ങൾ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ടോപ്പിൽ 100 താഴെ എത്താൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഞാൻ പറയട്ടെ, പൊതുവെ ഒരു ക്ലാറ്റ് എക്സാം എന്താണ്? ഒരു 75K ആൾക്കാരാണ് ഹോൾ ഇന്ത്യയിൽ എഴുതുക. ഹോൾ കേരളല്ല പറഞ്ഞത് ഞാൻ, ഓൾ ഇന്ത്യയിൽ ഒരു 78K ആൾക്കാർ മാത്രമേ എഴുതൂ. പക്ഷേ ഈ 78K എഴുതുന്നുണ്ടെങ്കിൽ, അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 78K ആണ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നത് ഇതിനകത്ത് എന്താണ്? ഒരു 96% സ്റ്റുഡൻസും എന്താണ്? എക്സാം അറ്റൻഡ് ചെയ്യും. ഒരു 96% നമുക്ക് അപ്രോക്സിമേറ്റ്ലി എടുക്കാം. എന്താണ്? ഒരു 72,000 ആൾക്കാർ എന്ത് ചെയ്യും? അവര് എക്സാം എഴുതും. അപ്പോൾ ഈ അപ്പോൾ എന്ത് മനസ്സിലാക്കണം? അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ പൊതുവെ എല്ലാവരും എക്സാം എഴുതും. നിങ്ങൾ വിചാരിക്കും 78K ആൾക്കാർ എഴുതോ, എൻ്റെ മേത് ഭയങ്കര വലുതല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ജെഇക്ക് പോലും, ജെഇക്ക് ഇതിന്റെ എത്ര മടങ്ങ് ആൾക്കാർ എക്സാം എഴുതുന്നറിയോ? നീറ്റിന് ഇത് എത്ര മടങ്ങ് ആൾക്കാർ എക്സാം എഴുതുന്നറിയോ? അത്രയും ടൈറ്റ് കോമ്പറ്റീഷനുള്ള ജെഇ, നീറ്റ് പോലത്തെ എക്സാംസിലേക്ക് ഇനി ആൾക്കാർ വരികയാണ്. പക്ഷേ ക്ലാറ്റിൽ എത്രയാണ്? ഒരു 78K അപ്രോക്സിമേറ്റ് കണക്കാണ്. ഒരു 78K ആൾക്കാരൊക്കെയാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ അവിടെ എക്സാം അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും എക്സാം എഴുതും, അത് ഷുവറാണ്. ഒരു മോസ്റ്റ് എന്താണ്, ഒരു അബൌട്ട് 95% സ്റ്റുഡൻസ് എന്താണ് അപ്ലൈ ചെയ്താൽ എക്സാം എഴുതുന്നവരാണ്. അപ്പോൾ അത്രയും ആൾക്കാർ കുറവ് അപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ എക്സാം എഴുതുന്ന ആൾക്കാർ അത്യാവശ്യം ഉണ്ട് താനും. നമുക്ക് എത്ര ഏകദേശം ഒരു 4,000 അപ്രോക്സിമേറ്റ്ലി ഒരു 4,000 സീറ്റ്സ് നമുക്ക് എവിടെ ഉണ്ട്? നമുക്ക് ഓൾ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് എല്ലാം കൂടി ചേർത്തുണ്ട്. ഞാൻ ഇന്ത്യയിലുള്ള എല്ലാ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ചേർത്താണ് പറയുന്നത്. ഇനി നിങ്ങൾ കുറേ പേര് ചിന്തിക്കും, കേരളത്തിലുണ്ടോ ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി? ഉണ്ട്. എവിടെയാണ്? കൊച്ചിയിലുണ്ട് ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി. നൊവാൽസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി എവിടെയുണ്ട്? നമ്മുടെ കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ കളമശ്ശേരിയിലുണ്ട് എന്ന് പകുതി ആൾക്കാർക്കും അറിയത്തില്ല. അവരെല്ലാവരും കഴിക്കുന്നത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി. അപ്പോൾ കേരളത്തിന് പുറത്ത് പോകണമല്ലോ, പോണ്ട. എന്താണ്? നമ്മുടെ കേരളത്തിൽ തന്നെ എന്തുണ്ട്? കേരളത്തിൽ തന്നെ ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അവിടെ തന്നെ പഠിക്കാൻ നല്ലൊരു റാങ്ക് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എന്താണ്? നിങ്ങൾ കൃത്യമായി തന്നെ ഈ എക്സാമിന് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? എക്സാം എപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും എന്നൊരു ചിന്തയുണ്ട് നിങ്ങൾക്ക് ഇല്ലേ? അപ്പോൾ നോക്കുക, എന്താണ് നമ്മുടെ എക്സാമിന് നോട്ടിഫിക്കേഷൻ എന്ന് വരും? നോട്ടിഫിക്കേഷൻ എന്നാ വരിക? ജൂലൈ ആകുമ്പോഴത്തേക്കും എന്ത് വരും? നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ ജൂലൈയിൽ വന്നാൽ എന്താണ്? ഒരു ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും എൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് നോക്കി ഒക്ടോബർ വരെ നീണ്ടു നിൽക്കും നമ്മുടെ രജിസ്ട്രേഷൻ. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? അവർ ഇഷ്ടംപോലെ സമയം തരുന്നത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ പിള്ളേരെ, മക്കളെ എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ടൈം തരാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇനി അഡ്മിറ്റ് കാർഡ് എന്ന് വരുമ്പോൾ എന്താണ്? ഒരു നവംബർ ആകുമ്പോഴത്തേക്ക് അഡ്മിറ്റ് കാർഡ് വരും. എക്സാം ഏകദേശം ഫസ്റ്റ് അവർ സെക്കൻഡ് സൺഡേ, ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ സൺഡേ, ഇവിടെ ഡിസംബറിലെ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ സൺഡേ എന്ത് നടക്കും? എക്സാം നടക്കും. എക്സാം നടന്നു കഴിഞ്ഞാൽ പിന്നെ ചടപടയുന്ന കാര്യങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എക്സാം നടന്നു കഴിഞ്ഞാൽ റിസൾട്ട് എന്താണ്? ഒരു ജനുവരി ആകുമ്പോഴത്തേക്ക് റിസൾട്ട് വരും. ഒപ്പം തന്നെ എന്താണ്? നേരെ കൗൺസിലിംഗ്, അതായത് എന്താണ്? ഈ അലോട്ട്മെന്റ് അങ്ങനത്തെ അപ്ലൈ ചെയ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോൾ തുടങ്ങും? ജനുവരിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വളരെ സ്പീഡാണ്. ആലോചിച്ച് നോക്കുക. ആകെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? പിള്ളേർ എക്സാമിന് അപ്ലൈ ചെയ്യാനാണ്. അവരെന്താണ്? ഒരു 2 മാസം കൊടുക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യും പിള്ളേരെ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ എല്ലാം ഷടപടയുന്നതാണ്. നല്ല സ്പീഡ് തുറക്കും. ജൂലൈ നോട്ടിഫിക്കേഷൻ വരുന്നു. ഓഗസ്റ്റിൽ എന്ത് ചെയ്യുന്നു? രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒക്ടോബർ അത് രജിസ്ട്രേഷൻ നിർത്തുന്നു. നവംബർ ഹോൾ ടിക്കറ്റ്, ഡിസംബറിൽ എക്സാം, ജനുവരി റിസൾട്ട്, അഡ്മിഷൻ. വളരെ സ്പീഡാണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ +2 പഠിക്കുന്നവരാണെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ഇത് ഒപ്പം പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അത്ര ടഫുള്ള പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് സ്ട്രീമാണ് നിങ്ങൾ പഠിക്കുന്നത് ആ സ്ട്രീമിൻ്റെ ഒപ്പം തന്നെ ഇതെന്ത് ചെയ്യാം? നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോകാം. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഇവിടെയും ഉണ്ടാകും. നിങ്ങൾക്ക് എന്താണ്? രണ്ടും ബ്ലെൻഡ് ചെയ്ത് പഠിക്കാവുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ ക്ലാറ്റിൻ്റെ സിലബസ് അനുസരിച്ച്. അപ്പോൾ കൃത്യമായി പഠിച്ചാൽ എന്താണ്? നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ക്ലാറ്റ് സോൾവ് ചെയ്യാൻ, ക്ലാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പറയുന്നത്. ക്ലാറ്റ് എന്ന എക്സാം എഴുതാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ആ സമയത്ത് എന്താണ്? ഈ എക്സാം, ക്രിസ്മസ് എല്ലാം വരുന്ന സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കുള്ള ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാംസ് ആണ് എന്തൊക്കെ? ഫസ്റ്റ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, അവരെന്തല്ല ക്ലാറ്റ് അല്ല നടത്തുന്നത്. അവൻ്റെ എക്സാം എന്ന് പറയുന്നതാണ്
AILET എന്ന എക്സാം ആണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി നടത്തുന്നത്. ഇനി സ്ലാറ്റ് എന്താണ് സിംബയോസിസ് ലോ സ്കൂൾസ് അതെന്താണ് പ്രൈവറ്റ് കോളേജാണ്. അവർക്ക് വേറെ ലോ എൻട്രൻസ് ആണ് എന്താണ് സ്ലാറ്റ് എന്ന് പറയുന്ന ലോ എൻട്രൻസ് ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി മഹാരാഷ്ട്രയിലെ കോളേജസ് അല്ലെങ്കിൽ GLC മുംബൈ അതുപോലത്തെ കോളേജുകളിലൊക്കെ എന്താണ് MHCET എന്ന ഒരു എന്തുണ്ട് ഒരു ലോ എൻട്രൻസ് ഉണ്ട്. ഇനി അതുകൂടാതെ CUT നടത്തുന്നുണ്ട്. പിന്നെ അതായത് എന്താണ് LSAT ഇന്ത്യ, ജാമിയ മിലിയ ഇസ്ലാമിയയിലേക്ക് വേറെ ടെസ്റ്റ് ഉണ്ട്. പിന്നെ AMU എന്ന ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ടെസ്റ്റുകളുണ്ട്. എവിടെയുണ്ട് നമുക്ക് ഈ പറഞ്ഞ ലോ എൻട്രൻസുകൾ തന്നെ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ എന്തുണ്ട് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഒരു CLE എന്ന എക്സാം വരുന്നുണ്ട്. അപ്പൊ എൻട്രൻസ് ടെസ്റ്റുകൾക്ക് ഒരു ക്ഷാമമില്ല. കൃത്യമായി എന്ത് ചെയ്താൽ മതി പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ എന്താണ് നമുക്ക് എൻട്രൻസ് ലെറ്റർ എന്ത് ഡൗട്ട്സ് എന്ത് ക്ലാരിറ്റിക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നോക്കിയേ LB എൻട്രൻസ് എക്സാമുകളിലെ എല്ലാ ഡീറ്റെയിൽസും വരുന്ന ഒരു ഫ്രീ ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഫ്രീ ഗ്രൂപ്പിൽ ലിങ്ക് നമുക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് QR കോഡ് സ്കാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം നമ്മുടെ എൻട്രൻസിന്റെ ലോ എൻട്രൻസിനെ പറ്റി അറിയുന്ന ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇത് കൂടാതെ തന്നെ എന്താണ് നമ്മുടെ ക്ലാറ്റ് 2025 ഏറ്റവും എക്സ്ക്ലൂസീവ് ബാച്ചുകളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ചിൽ മെന്റർഷിപ്പ് ഉൾപ്പെടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അടിപൊളി ഫാക്കൽറ്റീസ് നിങ്ങൾ പഠിപ്പിക്കാൻ വരുന്നതായിരിക്കും. അപ്പൊ ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ നോട്ട് ചെയ്ത് എന്താണ് 9249089280 എന്ന നമ്പറിൽ എത്ര വേഗം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ എന്തുണ്ട് അതിന്റെ ഒരു ഫോമും കൊടുത്തിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്താലും നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പൊ ക്ലാറ്റിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പൊ നിങ്ങളെ ക്ലാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഈ ക്ലാറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ലോയർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആകാൻ താല്പര്യമുള്ള എല്ലാവർക്കും എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ബൈ.